ഞങ്ങളുടെ പിതാവേ, ജീവന്റെയും മരണത്തിനും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേൽ ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ പിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് ക്രിസ്ത്യനീതികൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെക്കുറിച്ചുള്ള ബോധത്തോടും പരിപാലിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച ഭാഗ്യമുള്ള അവസാനത്തിലും സമാധാനമുള്ള പുറപ്പാടിലും യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ജാതികളെ, നിങ്ങളെല്ലാവരും ഇതിനെ കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപത്തിൽ നടക്കുന്നു, അവൻ പുക പോലെ മാഞ്ഞു പോകുന്നു. അവൻ നിക്ഷേപങ്ങളെ കൂട്ടുന്നു, ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല. കണ്ടാലും നീ മരിച്ചവർക്ക് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവോ? ബലവാന്മാർ എഴുന്നേറ്റ് നിനക്ക് സ്തോത്രം ചെയ്യുമോ? ഇരുട്ടിൽ നിന്റെ അത്ഭുതവും മറന്നുപോയ ദേശത്തെ നിന്റെ നീതിയും അറിയപ്പെടുമോ? നീ മനുഷ്യനെ എളിമയിലേക്ക് തിരിയുമാറാക്കി മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്ന് അരുളി ചെയ്തു. മനുഷ്യൻ പോയ്ക്ക് സദൃശ്യമാകുന്നു, അവന്റെ ദിവസങ്ങൾ നിഴൽ പോലെ കടന്നു പോകുന്നു. എന്തെന്നാൽ അവൻ നമ്മുടെ മനസ്സിനെ അറിയുന്നു, നാം മണ്ണാകുന്നു എന്ന് അവൻ ഓർത്തിരിക്കുന്നു. എന്തെന്നാൽ കാറ്റതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം അറിയപ്പെടുന്നുമില്ല. മരിച്ചവരും ഇരുട്ടിലേക്ക് ഇറങ്ങുന്നവരുമായ ആരും കർത്താവിനെ സ്തുതിക്കയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മക്കൾക്കു വാഗ്ദാനം കൃപയാലേ ചെയ്തവനാം മശിഹാ ജീവനുള്ളാകെ മരണത്തെ ഞങ്ങൾ വന്നിടുന്നു. പുനരുത്ഥാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയോ ജീവമരണങ്ങളിന്മേലോ അധികാരിയായ പ്രത്യക്ഷതയുടെ വലുത ദിവസത്തിൽ നീ അടിയാരെ അന്ത്യ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ച് ഓരോ പ്രവൃത്തി കർത്തതുപോൽ പകരം നൽകും. മശിഹായെ കുറ്റങ്ങളെ മായിച്ചു അന്യായം കൂട്ടിവരുത്തിയല്ലോ. ദൈവഭവനത്തിലെ ശുശ്രൂഷ ദൈവം അവസാനിക്കുമ്പോൾ യഹോവയായ ദൈവമേ, തിരിച്ചു വരാത്ത ഒരു രാത്രിക്കായി നിന്റെ ദാസനെ നീ ഒരുക്കിയിരിക്കുന്നല്ലോ. ദൈവമായ കർത്താവേ, നിന്റെ കൃപയുടെ ഈ ഭവനത്തെ
കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ സമർപ്പിക്കാം. സ്വർഗീയമായ സമാധാനം കൊണ്ട് നിറച്ച നീ അനുഗ്രഹിച്ചാട്ടെ. തുടർന്ന് പള്ളിയിലും സെമിട്രിയിലുമാണ് എല്ലാ ശുശ്രൂഷകളും കർത്താവിനെ അനുഗ്രഹിക്കും. കാലാവസ്ഥ അനുകൂലമാക്കി തീർക്കുകയും സ്വർഗീയമായ ലോകത്തിന് തരാൻ പറ്റാതായ സമാധാനവും ആശ്വാസം കൊണ്ട് ദൈവം തന്റെ മക്കളെ നിറയ്ക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ തരണമേ. ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സ്ത്രീയ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മൾക്ക് നിങ്ങളെ യോഗ്യതകളിലാക്കി തീർക്കുമാറാകട്ടെ. പോകുന്നു ഞാനെന്നിൽ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേള കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. പോകുന്നു ഞാനെന്നിൽ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിരുന്നു. കേള കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.
കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാൻ വത്സലരെ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി. ബഹുമാനപ്പെട്ട വൈദിക അധ്യക്ഷരെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വേർപാട് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്ക് ദുഃഖം ഉളവാക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് അത് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ വേദന വളരെ വലുത് തന്നെയായിരിക്കും. പ്രിയപ്പെട്ട അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ പല ശ്രേഷ്ഠങ്ങളുടെയും ഒരു ഗുണങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. ഏതാണ്ട് 97 അല്ല 1 നൂറ്റാണ്ട് കാലത്തോളം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പ്രിയപ്പെട്ട അച്ഛന് ദൈവം അവസരം കൊടുത്തു. ആരാധനയ്ക്ക് വരാനില്ല എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. കാരണം പ്രിയ തോമാലയം വന്നിട്ടില്ലെങ്കിൽ ആ ദിവസം നമുക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നും പുള്ളിക്ക് ഒരു സീറ്റുണ്ട്. ആ സീറ്റിൽ നിന്ന് നമുക്ക് അന്ന് നമ്മുടെ അപ്പച്ചായം മാത്രം അറിയാം ഇന്ന് തോമാച്ചായം പള്ളിയിൽ വന്നിട്ടുണ്ട്. അത്രമാത്രം ദൈവവുമായിട്ടുള്ള ബന്ധത്തില് പുള്ളി എപ്പോഴും ജീവിതത്തിന്റെ അന്ത്യം വരെയും ഉറച്ചു നിന്നു എന്നുള്ളത് നമുക്ക് പറയാനുണ്ട്. അതുകൂടാതെ തന്നെ പുള്ളിയിലുള്ള പുളങ്ങിയിരുന്ന ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങൾ അറ്റുപോകാതെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. ആരെ കണ്ടാലും സ്നേഹം പങ്കിടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇതിലെല്ലാം മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാല് വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു തോമാച്ചാൻ. പക്ഷെ വളരെ കർക്കശമായി സംസാരിക്കുമ്പോൾ അതിന്റെ ഉള്ളില് ഒരു വലിയ സ്നേഹം പതിയിരുന്നു എന്നുള്ളത് അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനുപരിയായി സഭാ ചരിത്രത്തെ പറ്റിയൊക്കെ ഒരു ദിവസം ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ
കുറച്ചു നേരം അച്ഛനോട് സംസാരിച്ചപ്പോൾ നിനക്ക് എന്തോ അറിയാം സഭാചരിത്രം എന്ന് പറഞ്ഞ് സഭയുടെ ചരിത്രത്തെ പറ്റി ഒരു നീണ്ട വിവരണം അച്ഛനിൽ നിന്ന് ഞാൻ കേൾക്കാനായിട്ടുണ്ട്. അപ്പോൾ സഭയെ ഏറ്റവും സ്നേഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു പ്രിയ തോമാച്ചായൻ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പള്ളിയുടെ പല സമയത്തും ഈ രോഗമായി കിടക്കുന്ന സമയത്ത് എനിക്ക് ഭവനത്തിൽ പോയി പുള്ളിയെ കാണുവാനൊക്കെ സാധിച്ചു. അപ്പോഴും വളരെ പ്രത്യാശയുടെ വാക്കുകളും വളരെ സന്തോഷത്തോടെ ഇടപഴകുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. കൂടാതെ കഴിഞ്ഞ ആഴ്ച വിശുദ്ധ കുർബാന കൈക്കൊണ്ടു. ആ സമയത്തും വളരെ സുബോധത്തോടെ മുഖത്ത് നല്ല പ്രത്യാശയോടുകൂടി അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ജീവിതത്തിന്റെ ഈ 98-ാമത്തെ വയസ്സ് വരെയും ഇടവകയ്ക്കുള്ള ആശ്വാസനം രേഖപ്പെടുത്തുന്നതോടൊപ്പം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള ആദരസൂചകമായി ഇടവകയുടെ അറിയിച്ച് ഇടവട്രസ്തി ശ്രീ കെ അച്ഛനെ തിരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, കടന്നു വന്ന എല്ലാ ബന്ധുമിത്രാദികളെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഈ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ്. എന്നാൽ ഈ പിതാവിനെ സംബന്ധിച്ച് ദീർഘായുസ്സ് കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. ഈ 98 വർഷം ഈ ഭൂമിയിൽ ജീവിക്കുവാനും മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് അവരുടെ അഭിവൃദ്ധി, അവരുടെ നന്മ കണ്ട് സന്തോഷിക്കാനും ദൈവം അവസരങ്ങൾ കൊടുത്തു. അത് മാത്രമല്ല, കുഞ്ഞുങ്ങളൊക്കെ വിദേശത്തായിരുന്നപ്പോൾ പ്രിയ പിതാവിനെ ശുശ്രൂഷിക്കാൻ തക്കതായ ആളെ ലഭിക്കുന്നു. എന്തുകൊണ്ട് നോക്കിയാലും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായിരുന്നു. അതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ ആരാധനയിൽ വളരെ ചുരുക്കാമിയോടെ കടന്നു വരികയും സൈഡ് സീറ്റില് ഇരുന്ന് ആരാധനയിലേക്ക് സംബന്ധിച്ചു. ദൈവരാജ്യത്തിന്റെ നിഴലായി മാത്രം ഈ ലോക ജീവിതം, താൽക്കാലികമായ ഈ ലോക ജീവിതത്തില് ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയും വർദ്ധത്തിലൂടെയും കടന്നു പോകുമ്പോൾ ജീവിതത്തിലേക്ക് മനുഷ്യന് പ്രത്യാശ നൽകുന്നത് ദൈവവചനം മാത്രമാകുന്നു. ആ പ്രത്യാശ നമുക്ക് ഓരോ ദിവസം നിലനിർത്തുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മനുഷ്യപുത്രന്മാരെ തിരികെ വരികയെന്ന് അരുളി ചെയ്യുമ്പോൾ മനുഷ്യ ജീവിത ഈ ലോകത്തിലെ പ്രയത്നങ്ങളും വ്യതകളും പൂർത്തീകരിച്ച് ദൈവസ്ഥാനത്തിലേക്ക് അനുസരണയോടെ കടന്നു ചെല്ലുന്നതാകുന്നു ഈ ലോകത്തിന്റെ അനുഭവം. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായീകരിക്കുകയും ഓരോരുത്തരെ അവന്റെ യോഗ്യമായി പ്രകാരം പ്രതിഫലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നൽകിയും പാടുകയും ചെയ്യുമാറാകണമേ. Amen.
ശക്തിയുള്ള ശബ്ദം കൊണ്ട് വലിച്ചെറിയുകയും തന്റെ ഇഷ്ടത്തിന്റെ ആത്മകാന്തം പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളതും മരിച്ചവരുടെയും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന ശിയാദാൻ തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആവിഷ്കാരങ്ങളിലും സ്ത്രീയും ബഹുമാനവും വന്നതും യോഗ്യമായിരിക്കുന്നു. കർത്താവെ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ ഒന്നിച്ച് ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ആനന്ദിക്കുകയും ഭാഗ്യമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഇവൻ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവയെ നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഇവൻ ഉമ്മപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാള ബന്ധനത്തിൽ നിന്ന് മൊഴിയിൽ നിന്ന് ഇവൻ ഉയർത്തിനിൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന നീയിൽ നിന്ന് അവൻ രക്ഷപ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന്റെ തേജസ്സിനാൽ ഇവന്റെ മുഖം പ്രശോഭിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാടിയുള്ള നടപടികളിലും വിശുദ്ധാപാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ മറച്ചു വിടണമേ. ദുഃഖവും അതിവേദനയില്ലാത്ത ഇടങ്ങൾ സന്തോഷമുള്ള വാസസ്ഥത്തെ ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും അതിഥിലാവുന്ന രാജ്യത്തിൽ നീതിച്ചരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധമായും സുദേശവാസം ഞങ്ങൾ നിറയ്ക്കുന്നു, ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവേ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം താരൊന്നൊഴികെ വരനില്ലെന്നോമേ. ഉർക്കവരെയോ ഉണർവക്കവരെയോ മാർക്കുള്ളവരെയോ പോറ്റിക്കൊള്ളുന്നാരോടി അവൻ പാപികളെ തേടി നടന്നു. ആടലോടി ജ്ഞാനവാൻ പാടെ ചെന്നിടുവീൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മേലുള്ളവർക്കും അഗാധത്തിനും താഴെയുള്ളവർക്കും മരിച്ചവർക്കും കർത്താവായ ദൈവമേ, നിങ്ങൾ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാറായ ഞങ്ങൾക്ക് ഉയർത്തുന്നതിനെ കുറിച്ചുള്ള പരിജ്ഞാനം പരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുവാനാകുകയും നിന്റെ ശ്രേഷ്ഠത്വം ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ ഞങ്ങളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രം കരേറ്റുവാനും ഞങ്ങളുടെ യോഗ്യതയുള്ളവരായി തീരണമേ. നമ്മുടെ വഴിയാത്ര ല്ലോ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടയ പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ
പാപം ചെയ്തടിയാ കുറവുള്ളവരായി അറിയുന്നതു ഞങ്ങൾ അറിവു നിറഞ്ഞോനെ ദയവേറുന്നോ നീ നിന്റെ അനുഗ്രഹത്തിനാൽ കാത്തിടുന്ന കൃപതോ നീടണമേ ഉന്നത മണവാളൻ ഒഴിക്കുന്നേരത്ത് ഒഴുകിയിരിക്കുന്നു ആനന്ദിച്ചിടോ മഹത്തം നാഥനോ രഘുപതിനാഥനോ വന്ദനവും സ്തുതിയും വിശുദ്ധാരൂപായിക്കും ദൈവമായും വാങ്ങിപ്പോയിരിക്കുന്ന ഇന്ദ്രദാസനെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് ദുഃഖിക്കുന്നതിനാൽ ഞങ്ങളെ പ്രത്യേകമായ കുടുംബക്കാരെയും വ്യാസക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെ ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇങ്ങനെ അവകാശിക്ക് ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനെപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളി എന്നുള്ള സന്തോഷത്തിൽ കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതകളായി തീരുമാനാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ഇതിനെ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു.
ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിക്കാം. അവിടുത്തെ അഗാധമായ സ്നേഹത്തെ ഓർത്ത് പാടിപ്പുകഴ്ത്താം. ആമേൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. ദ്രവിച്ചിടുന്നു എത്ര ജ്ഞാനിയോ എത്രയാ ജ്ഞാനിയോ എത്ര ശക്തനോ എത്രയാ ശക്തനോ ഏവരെയോ ഒരുപോലെ തിരിയോ ഈ മരണം ആദാം തൊട്ടിതുവരെയോ ഭൂതലത്തിൽ വാണിരുന്നു. മാനിച്ചവനെ മണ്ണിലെ കയറ്റുന്നു, സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു. ബന്ധുക്കൾ എല്ലാം മുറയിടുന്നു, കൂടിക്കോ മുഴുവേനോ ഇലയാവാനയക്കുന്നു. നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കു ദാതരിക സന്തോഷം മോക്ഷവും. എന്നേക്കോ ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക.
തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മലന്മാരും അത് പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോട് ചെറുതോടും കൂടെ എന്റെ ദേഷ്യോടെ പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിനാം. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാർ പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നത് എന്തിനാണ്? ധനവാന്മാർ തങ്ങളുടെ ധനത്തെ പറ്റി അഹങ്കരിക്കുന്നത് എന്തിനാണ്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ ബുദ്ധിയെ പുകഴുന്നത് എന്തിനാണ്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിനാണ്? ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ ദൈവത്തിന്റെ ഏകപുത്രൻ നാടുകളിൽ സ്ഥലത്തെ ജീവിപ്പിക്കുന്ന പാപമോചനത്തിനുള്ള ദൈവമേ, ഞങ്ങളുടെ സഹായത്തിൽ നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്കാരമയവും ഞങ്ങളുടെ നമസ്കാരം നിനക്കാസ്ഥാനവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണം. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായവും കൃപകളും ദൈവികമായ സഹാദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച എന്നേക്കും ബഹുമാനാകണമേ. ആകാശവും ഭൂമിയും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഒരുങ്ങുമെന്ന് സംബന്ധിച്ചിട്ട് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പ്രിയേകതയും ബലഹീനതയും പുറമുള്ള പ്രാർത്ഥനകൾ ഉന്നതമായ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ.